ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ എരഞ്ഞു വാങ്ങിയ ശിക്ഷയത് നിങ്ങൾ ഇത് അർഹിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട്. പോടി, ആർക്ക് കാണണം നിന്റെ വിഷമം? ഇത്രയും ദിവസം ഈ കുഞ്ഞിനെ വളർത്തിയത് ആതിരയെ സന്ദീപ. അവരുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ എന്തും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് താൻ ഇപ്പൊ പൊയ്ക്കോ. കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അപ്പൊ സാറേ, ഈ കുഞ്ഞിന് മേലെ എനിക്ക് ഒരു അവകാശം ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, നിങ്ങൾക്കിപ്പോ ഈ കുഞ്ഞിന്റെ മേലെ എന്താ അവകാശം? ഈ സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്നേ ഇവിടെ ഒന്ന് പറയായിരുന്നല്ലോ. സ്വന്തം കുഞ്ഞിനോട് അല്പെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സത്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ വന്ന് പറയുമായിരുന്നു. ഇപ്പൊ തന്നെ സച്ചേട്ടന്റെ അർച്ചനയുടെ മുമ്പിൽ വന്ന് പെട്ടതുകൊണ്ടല്ലേ ഇയാൾ ഈ സത്യങ്ങൾ ഇത്രയും പറഞ്ഞത്. ശിവരാമേട്ടാ, അത്ര പെട്ടെന്ന് തീർക്കാവുന്ന ഒരു പ്രശ്നമല്ലേ ഇത്. ഇത് കുഞ്ഞിന്റെ അവകാശം എന്നതിനേക്കാൾ ഇപ്പൊ ഇതൊരു നിയമപ്രശ്നം കൂടിയാണ്. അത് പരിഹരിക്കാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും. അതുവരെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. സ്വന്തം കുഞ്ഞ് പണക്കാരന്റെ വീട്ടിൽ ജീവിക്കണമെന്നായിരുന്നല്ലോ അത്യാഗ്രഹം. എന്തായാലും അത് സാധിച്ചു. ഇനി ഈ കുഞ്ഞിവിടെ തന്നെ വളരട്ടെ, അതായിരിക്കും നല്ലത്. എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റ് എന്നെ ഇപ്പൊ തീ പോലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുക. എന്റെ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പൊ ഈ കുഞ്ഞ് മാത്രമാണ് എന്റെ ആകെയുള്ള പ്രതീക്ഷ. സാറേ, കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഇപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഒന്നെടുത്തോട്ടെ സാറേ. പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോയില്ല. എന്റെ കുഞ്ഞിനെ ഒരു നിമിഷം ഒന്ന് ലാളിക്കാനുള്ള അവസരം എനിക്ക് തരണേ സാറേ. ഇതെന്റെ അപേക്ഷയാണ് സാറേ. എന്റെ പൊന്നുമോളെ, വാ.
എരന്നു വാങ്ങിയ ശിക്ഷയത്. നിങ്ങൾ ഇത് അർഹിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട്. പോടി, ആർക്ക് കാണണം നിന്റെ വിഷമോ? ഇതിന് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യും. നീ മനസ്സിൽ കുറിച്ചു വെച്ചോ. അവന്തിക ആരാണെന്ന് നീ അറിയും. അതിപ്പോ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞല്ലോ. ഏതൊരു പെൺകുട്ടിയും കല്യാണം കഴിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു കുടുംബമായിരുന്നു ഇത്. ഇവിടെ എല്ലാവർക്കും പരസ്പരം സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വന്നു കയറുന്ന പെൺകുട്ടികൾക്ക് സ്വന്തം അച്ഛനേക്കാളും സ്നേഹമുള്ളൊരച്ഛൻ, നല്ല സഹോദരങ്ങൾ. ഇതുപോലൊരു വീട് എവിടെ കിട്ടാനാ? ആ സ്നേഹ വീട്ടിലേക്കാ നിങ്ങൾ വിഷം കോരി ഒഴിച്ചത്. സച്ചിയുടെ ഭാര്യയായി ഈ വീട്ടിലേക്ക് ഞാൻ ആദ്യം കയറി വരുമ്പോൾ ഞാൻ ഏറ്റവും വലിയ തണലായി കണ്ടിരുന്നത് ഏട്ടത്തിയമ്മയായ നിങ്ങളെയായിരുന്നു.